Watch India's largest kids library only on Jio Hotstar. Download the app now. അതെ ചിങ്ങം സാറേ, നിങ്ങൾ ഞങ്ങളുടെ ഈ ഷോപ്പ് ഒന്ന് ഉദ്ഘാടനം ചെയ്തു തരുമോ? എന്റെ അപ്പോ മോട്ടു ദയവ് ചെയ്ത് എന്നെ ഉദ്ഘാടന ചടങ്ങിന് വിളിക്കല്ലേ. ഞാൻ എപ്പോ ഉദ്ഘാടനം നടത്തിയാലും എന്തെങ്കിലും പ്രശ്നത്തിൽ കുടുങ്ങുകയാണ്. നോക്കൂ സാറേ, ഇത് വെറും ബ്രെഡ് ആംപ്ലേറ്റും ബജ്ജിയും മാത്രം ഇടുന്ന കടയാണ്. ഇവിടെ സാറിന് ഒന്നും സംഭവിക്കില്ല. വേണമെങ്കിൽ സാറ് തന്നെ ഈ മുട്ടയൊക്കെ എടുത്ത് പാത്രത്തിലോട്ട് പൊട്ടിച്ചൊഴിച്ച് ആ ആംപ്ലേറ്റ് സാറിന് തന്നെ ഉണ്ടാക്കി തരാം. അങ്ങനെ ഉദ്ഘാടനം നടക്കുമല്ലോ. അത് കൊള്ളാം. കഴിക്കാൻ നല്ല ചൂട് ഓംലെറ്റ് കിട്ടുകയാണെങ്കിൽ ഒരു കൈ നോക്കാം. ശരി 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 ശരി, ഞാൻ ഈ മുട്ട പൊട്ടിച്ച് ഉദ്ഘാടന ചടങ്ങ് നടത്തിക്കോളാം. ഓക്കേ. എന്റെ അമ്മ മുട്ട പൊട്ടിയല്ലോ. എന്റെ അമ്മ ചിങ്കം സാർ, എന്തിനാണോ താൻ ഒച്ച വെക്കുന്നത്? മോട്ടുപത്ലു, ഞാൻ തിരിച്ചു വരും. ഇന്ത്യ നിയമമാണ് സത്യം. നിങ്ങളെ വെറുതെ വിടില്ല. മോട്ടുപത്ലു, നിങ്ങൾ ബ്രെഡ് ഓംലെറ്റ് കടയാണോ തുടങ്ങിയിരിക്കുന്നത്? ഞാനിപ്പോ എന്താ ചെയ്യാൻ പോകുന്നെന്ന് നോക്കിക്കോ. നിങ്ങളുടെ ബിസിനസ് എങ്ങനെ തകർക്കാൻ പോകുന്നു എന്ന്. ഇത് നോക്ക്, ഒരാൾ നമ്മുടെ മുട്ടയും കൊണ്ട് ഓടി പോകുന്നു. അയാളെ പിടിക്ക്. നിങ്ങൾ എവിടെയാണ്? ഒന്ന് വേഗം വരൂ. അതെ മോട്ടു, എനിക്കൊരു ഓംലെറ്റ് പാവ് മതി കേട്ടോ. അതെ മോട്ടു, എനിക്ക് മുട്ടയും ബ്രെഡും നല്ല വെണ്ണ വരട്ടെ. ഹാ ഹാ, ചൂടോടെ കൊണ്ടുവരാന്നേ. അല്ല, ഈ കോഴിക്കുഞ്ഞ് എവിടുന്നാ വന്നത്? കോഴിക്കുഞ്ഞ്. അതെ മോട്ടു, ഞാൻ നിങ്ങളോട് ഓംലെറ്റ് പാവ് ചോദിച്ചാൽ നിങ്ങൾ ചിക്കൻ പാവാണോ ഉണ്ടാക്കുന്നത്? സോറി സോറി, അറിയില്ല. ഇതെങ്ങനെ, എന്താ സംഭവിക്കുന്നത്? സോറി. ഈടെ കള്ള, നീ ഞങ്ങളുടെ മുട്ടയെല്ലാം മോഷ്ടിച്ചു വന്നിരിക്കാണോ? നിന്നെ ഞങ്ങൾ വെറുതെ വിടത്തില്ല. അവര് വെറുതെ വിടരുത്. എത്ര ധൈര്യമുണ്ടായിട്ടാ എന്റെ മുട്ടയെടുക്കാൻ വന്നത്? അല്ല ചേട്ടന്മാരെ, നിങ്ങൾക്കൊക്കെ എന്താ സംഭവിച്ചത്? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അതിപ്പം ഞങ്ങൾ പറഞ്ഞു തരാവടാ. എത്ര ധൈര്യമുണ്ടായിട്ട് നീ എന്റെ മുട്ടയൊക്കെ മോഷ്ടിച്ചത്? നിന്നെ വെറുതെ വിടില്ല. ചേച്ചി, നിന്റെ മുട്ട കോഴിച്ചേട്ടാ, എന്നെ ഒന്നും ചെയ്യല്ലേ. എന്നെ വിട്ടേക്കൂ കോഴിച്ചേച്ചി. കോഴിച്ചേട്ടാ, എന്നെ വിടൂ. വരൂ മക്കളെ. മോട്ടു നിക്ക്. മോട്ടുപത്ലുവിന്റെ കട നമ്മൾ തകർത്ത് പൊളിച്ചു. അവരുടെ ബിസിനസിനെ ദി എൻഡാക്കി നമ്മൾ. ഈ ജോണിന് ഇത്രയ്ക്ക് ധൈര്യമോ? അവനെ പാഠം പഠിപ്പിച്ചേ പറ്റൂ. പത്ലു, ഓങ്ങിയൊരു കുത്തു കൊടുക്കട്ടെ അവന്. മോട്ടു, നമുക്ക് ജോണിനെ എപ്പോ വേണമെങ്കിലും കുത്താം. ആദ്യം നമുക്ക് അവനെ ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കണം. എന്റെ തലയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. വരൂ, നമുക്ക് ഡോക്ടർ ജഡ്കർ അടുത്ത് പോവാം. എന്നിട്ട് ചിങ്കം സാറിനെ നമുക്ക് അങ്ങോട്ട് തന്നെ വിളിപ്പിക്കാം. വലിയേട്ടാ, നിങ്ങളിപ്പോ ഞങ്ങളെ സഹായിച്ചേ പറ്റൂ. ചേട്ടാ മോട്ടു, എന്റെ ചങ്കേന്റെ ബ്രോ, എന്താ സംഭവിച്ചത്? ആ ജോണില്ലേ, പത്ലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കൂ. ഐഡിയ. ചേട്ടായി, ഇന്ന് രാവിലെ തൊട്ട് ഞങ്ങൾക്ക് ഓംലെറ്റ് കഴിക്കാൻ കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ഓംലെറ്റ് ഉണ്ടാക്കാൻ കഴിയുമോ?
എന്റെ പൊന്നു ചേട്ടാ ഞാൻ ഉണ്ടാക്കാറില്ല. ആ മോട്ടു പത്ലു ആണ് ഓംലെറ്റിന്റെ കട തുടങ്ങിയിരിക്കുന്നത്. അങ്ങോട്ട് പോക്കോളൂ. ചേടാ അവരുടെ കട എപ്പോഴും പൂട്ടിയല്ലോ. ഞങ്ങളുടെ ബോസ് നിങ്ങൾക്ക് സ്വർണ്ണ നാണയം തരും. അദ്ദേഹത്തിന് 1000 മുട്ടകൾ കൊണ്ടുണ്ടാക്കിയ ഒരു ഓംലെറ്റ് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആരെങ്കിലും ഓംലെറ്റ് ഉണ്ടാക്കി കൊടുത്താൽ അദ്ദേഹം സ്വർണ്ണ നാണയം തരും. സ്വർണ്ണ നാണയങ്ങൾ, സ്വർണ്ണ നാണയങ്ങളോ? നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കേ, ഞാൻ പോയി കടയുടെ വിവരം എന്താന്ന് അറിഞ്ഞിട്ട് വരാം. വേഗം വരാം. സ്വർണ്ണ നാണയങ്ങൾ കിട്ടാൻ പോകുന്നു. മോട്ടു മോട്ടു മോട്ടു, ഞാനൊരു വലിയ തെറ്റ് ചെയ്തു മോട്ടു. നിങ്ങളുടെ ബിസിനസ് ഞാൻ തകർത്തല്ലോ. അതുകൊണ്ട് ഈ കട ഞാൻ വാങ്ങി നിങ്ങളുടെ നഷ്ടം ഞാൻ ശരിയാക്കാൻ വിചാരിക്കുകയാണ്. ഈ കട നിങ്ങൾ എനിക്ക് വിൽക്കുമോ പ്ലീസ്? ശരി ശരി, ഞാൻ വിൽക്കാമെന്നേ. പക്ഷെ എന്താ നിങ്ങളുടെ റേറ്റ്? അതൊക്കെ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാമെന്നേ. കണ്ടില്ലേ, ഇവിടെ വലിയൊരു ഫ്രിഡ്ജ് ഉണ്ട്. നമുക്ക് അകത്തിരുന്ന് നല്ലോണം സംസാരിക്കാലോ. വരൂ, കം കം. അയ്യോ മോട്ടു, ഞാൻ ചെയ്ത തെറ്റിന് ഇങ്ങനെയൊക്കെ തല്ലുന്നോ? അയ്യോ വേണ്ട മോട്ടു, എന്നെ വിട്ടേക്ക. ഇങ്ങനെയാണോ ബിസിനസിനെ കുറിച്ച് സംസാരിക്കുന്നത്? ആണെങ്കിലും സാരമില്ല, എനിക്ക് എങ്ങനെയെങ്കിലും ഈ ബിസിനസ് ഡീൽ ഉറപ്പിച്ച് താ മോട്ടു. ഈ കട എനിക്ക് വിൽക്കാമോ? ശരി ശരി, നോക്കൂ, 10,000 രൂപയാണ് ഞങ്ങൾക്കിപ്പോ ആവശ്യം. അതുകൊണ്ട് വേഗം 10,000 രൂപ എടുക്ക്. വേഗോട്ടെ വേഗോട്ടെ. ഇന്നാ 10,000 പിടിച്ചോ. ഇപ്പൊ എനിക്ക് കട സ്വന്തമായോ? പറ, വേഗം പറ. സംശയം എന്തിന്, സംശയം എന്തിന്? നീ ഇപ്പോൾ മുതലാളിയാണ്. ഈ കട നിനക്ക് ഞങ്ങൾ വിറ്റിരിക്കുന്നു. ഹലോ നമ്പർ 1. ഷെയ്ഖ് സാർ, ആ ഓംലെറ്റ് കട കിട്ടിപ്പോയി. മുട്ടക്കടക്കാരനും വന്നിട്ടുണ്ട്. വരൂ. ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ടിനെ കൂട്ടിയിട്ട് വരാം. നിങ്ങൾ മുന്നിലേക്ക് പോകൂ. ഞങ്ങൾ ഇതാ എത്തി. കൊള്ളാലോ കൊള്ളാലോ, ഈ കട എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ദോശക്കല്ലൊക്കെ വളരെ വലുതാണല്ലോ. എന്നാ പിന്നെ വേഗം 1000 ആംപ്ലേറ്റ് എടുത്തോളൂ. ഓ അല്ല, വേഗം വേണം, എനിക്കൊട്ട് സമയമില്ല. ഷേഖ് സാർ, ഇത് കഴിക്കൂ. ഇത് 1000 മുട്ടയിൽ ഉണ്ടാക്കിയ ഓംലെറ്റ് ആണ്. വളരെ നന്നായിട്ടുണ്ട്. അല്ല, നല്ല സ്വാദുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഷേക്ക് നീ ഉണ്ടാക്കിയ ഓംലെറ്റ് കഴിച്ചിട്ട് വാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അദ്ദേഹം നിനക്ക് സ്വർണ്ണ നാണയങ്ങൾ തന്നിരിക്കും. അത് കൂടാതെ അദ്ദേഹം നിനക്ക് എണ്ണ കിണറും എഴുതി തരും. അതെന്നേ, ഞാൻ ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ ഡ്രൈവറായിരുന്നു. എന്റെ ഡ്രൈവിംഗ് കണ്ടിട്ട് അദ്ദേഹം എന്നോട് എന്തൊരു ഡ്രൈവിംഗ്, ശരിക്കും അടിപൊളി എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു എണ്ണ കിണറ് എനിക്ക് എഴുതി തന്നു. ഇത് വളരെ അടിപൊളിയായിട്ടുള്ള കാര്യമാണ് ഷേഖ് സാർ. വാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ ജീവിതം തന്നെ മാറി മറയോ. ഷേഖ് സാർ, നിങ്ങൾക്ക് ഓംലെറ്റ് ഇഷ്ടമായില്ലേ? എന്താ നിങ്ങൾ വാവ് എന്ന് പറയാത്തത്? പറയൂ പറയൂ. അതെ, അങ്ങനെയൊക്കെ തീർച്ചയായിട്ടും പറയും. പറയാതിരിക്കുമെന്ന് നിങ്ങൾ പേടിക്കണ്ട. എന്നാൽ കഴിക്കുമ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ നോക്കരുത്. ഞങ്ങളുടെ നാട്ടിൽ അതൊരു അപമാനമാണ്. ഇരുന്നു കൊണ്ട് നോക്കണം. അതെ സുഹൃത്തെ, എന്തിനാ വെറുതെ അങ്ങനെ നിൽക്കുന്നത്? ദാ ഇവിടെ ഇരുന്നോണ്ട് ഷേക്ക് ഓംലെറ്റ് കഴിക്കുന്ന നിനക്ക് കാണാമല്ലോ. ശരി ശരി, ഞാനിരിക്കാം. ഷേഖ് സാർ, ഇതെന്താ വാവെന്ന് പറയാത്തത്? വിഷമിക്കണ്ട, അദ്ദേഹം വേഗം പറയുന്നേ. ആദ്യം കഴിച്ചോട്ടെ, അത് കഴിഞ്ഞിട്ടല്ലേ നന്നായിട്ടുണ്ടെന്ന് പറയൂ. എപ്പോ വാവ് വാവ് എന്ന് പറയൂ, അപ്പോഴേക്ക് ഞാൻ തന്നെ ഇവിടെ ഓംലെറ്റ് ആകുന്ന തോന്നുന്നത്. അയ്യോ, ബോസ് എത്രയും പെട്ടെന്ന് ഇവിടെ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ ബോസിനെ ഒരു ഫുൾ ഓംലെറ്റ് ആക്കി തിന്നും. എന്തായത് ഇങ്ങനെ? അതെ, വിഷമിക്കണ്ട ചേട്ടാ, ഓംലെറ്റ് കഴിച്ച് അല്പസമയത്തിനകം ഷേക്ക് വാവെന്ന് പറയുന്നേ.
എന്നെ കരിഞ്ഞ ഓംലെറ്റ് ആക്കി മാറ്റാനാണോ പോകുന്നത്? വേഗം പോവെന്ന് പറയോ. കൊള്ളാം, നല്ല സ്വാദുണ്ട്. ഓ സബാഷ്, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. സൂപ്പർ സൂപ്പർ സൂപ്പർ, അടിപൊളി. തരൂ തരൂ, സ്വർണ്ണ നാണയങ്ങൾ തരൂ, എണ്ണ കിണറും തരൂ പ്ലീസ്. എണ്ണക്കിണറാണ് വേണ്ടത്. വല്ലോ വല്ലോ. ആട്ടെ, ആദ്യം ഈ കൈയൊന്ന് നോക്കൂ. ഈ കൈ മുഴുവനും എണ്ണയാണ്. നിൽക്കൂ, ഒരു മിനിറ്റ്. ആദ്യം ഇത് പിടിക്കൂ. മോട്ടു, നീയായിരുന്നോ? അതെ, ഞാൻ തന്നെ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ എന്നെ നല്ലപോലെ പറ്റിച്ചു. എന്നെ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? എന്റെ 10,000 രൂപയെ നിങ്ങൾ പറ്റിച്ചില്ലേ? ചീറ്റിംഗ്. ചിങ്കം സാർ, എന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്യൂ. ഇപ്പോൾ തന്നെ എടാ ജോൺ, നീ ഇപ്പൊ ചെയ്തത് എന്തായിരുന്നു? അത് പറ. വന്നേ, ഇപ്പൊ ഞങ്ങൾക്ക് പകരം വീട്ടേണ്ട സമയമാണ്. നിന്നെ പിടിച്ച് ഞങ്ങൾ ഫ്രിഡ്ജിനകത്ത് ഇടും. വേഗം കേറിയിരിക്കേ. ഇല്ല, വേണ്ട, ഫ്രിഡ്ജിനകത്ത് വേണ്ട. നിങ്ങൾ എന്നെ ജയിലിലേക്ക് വിളിച്ചോണ്ട് പോയാലും സാരമില്ല, പക്ഷെ ഫ്രിഡ്ജിന്റെ അകത്ത് മാത്രം വേണ്ട. ആ ഫ്രിഡ്ജ് വളരെ ആപത്തായിട്ടുള്ളതാണ് സാർ. ഓടിക്കോടാ. Watch India's largest kids library only on Geo Hotstar. Download the app now.